കണ്ണൂരിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. കഞ്ചാവും MDMA-യുമാണ് പിടികൂടിയത്. ഇല്ലത്ത് താഴെയിലെ റെനൽ NM-ന്റെ വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുകയാണ്. ഗൗതം, ഏതായാലും അത്തരത്തിലൊരു കൗതുകം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ റെനിൽ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവ്, MDMA തുടങ്ങിയവയുടെ വിൽപ്പനക്കാരനാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. 3 ദിവസം മുൻപ് ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. പക്ഷേ അന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വീണ്ടും ഇതേ വിവരം, പൂജാമുറിക്കകത്ത് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരം കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിച്ചതോടുകൂടിയാണ് പോലീസ് വീണ്ടും ഇന്ന് പുലർച്ചെ ഒരു 1:30 ആ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. ഈ സമയത്താണ് സഹോദരൻ പറയുന്നത്, റെനിൽ മിക്ക ദിവസങ്ങളിലും രാത്രി 12 മണിവരെയും 1 മണിവരെയും ഒക്കെ ഈ പൂജാമുറിക്കകത്താണ് കൂടുതൽ സമയവും ഉണ്ടാകാറ് എന്ന്. അങ്ങനെ റെനിലിന്റെ കിടപ്പുമുറിയിലും ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള പൂജാമുറിയിലും പോലീസ് പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് 1.2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തുന്നത്. അതിനൊപ്പം തന്നെ ചെറിയ പാക്കറ്റുകളിലാക്കിയും കഞ്ചാവ് ഈ പൂജാമുറിക്കകത്ത് തന്നെ സൂക്ഷിച്ചിരുന്നു. ഈ തൊട്ടു മുകളിലുള്ള റൂമിൽ നിന്ന് MDMA 5 ഗ്രാം MDMA കൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും റെനിലിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോഴും തലശ്ശേരി പോലീസ് നടത്തി വരികയാണ്. പ്രാഥമികമായി പൂജാമുറിക്കകത്തൊക്കെ പരിശോധന നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെക്കാൻ പൂജാമുറി തിരഞ്ഞെടുക്കും എന്ന കാര്യം പോലീസിന്റെയും ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.